നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ KSADCക്കായി സുപ്രീം കോടതിയിലെ വമ്പൻ അഭിഭാഷകനാണ് ഹാജരാകുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കേസ് ഹൈക്കോടതിയിൽ വാദിക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകനാണ്. മുതിർന്ന അഭിഭാഷകനായ CS വൈദ്യനാഥനാണ് ഇതിനായി ഹാജരാകുന്നത്. കേന്ദ്ര അന്വേഷണം മുറുകിയ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലെ ഉന്നത അഭിഭാഷകനെ തന്നെ ഇതിനായി സമീപിച്ചിരിക്കുന്നത്. വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദത്തിലായ CMRL-ൽ 1.5 കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ KSADCക്ക് ഉണ്ട്. വിവാദങ്ങൾ ചൂടുപിടിക്കുകയും കേന്ദ്ര ഏജൻസി അന്വേഷണം കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് കേസ് നടത്തിപ്പിനായി പ്രമുഖനായ വ്യക്തിയെ തന്നെ KSADC അഭിഭാഷകനാക്കിയത്. ഈ അഭിഭാഷകന്റെ വാദം ഫലത്തിൽ വീണ വിജയന് കൂടി വേണ്ടിയായിരിക്കും. ഈ കേസിൽ KSADCക്ക് തിരിച്ചടിയുണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ വീണ വിജയൻ കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് വമ്പൻ അഭിഭാഷകനെ KSADC എത്തിക്കുന്നത്. KSADC പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും KSADC മാനേജ്മെന്റ് CS വൈദ്യനാഥനെ കേസിന്റെ നടത്തിപ്പിനായി സമീപിക്കാനുള്ള കാരണം. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 24-ാം തീയതി ഹൈക്കോടതിയിൽ ഓൺലൈനായി CS വൈദ്യനാഥൻ ഹാജരായി. ഒറ്റ ദിവസത്തെ ഫീസായി 25 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. കൂടാതെ ഓഫീസ് ചാർജ് വേറെയും. തുടർന്നുള്ള സിറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെയായിരിക്കും ഹാജരാകുക. അതിനുള്ള ചാർജും പ്രത്യേകം തന്നെയായിരിക്കും. ഫലത്തിൽ വീണ വിജയൻ കേസിൽ KSADCയുടെ അക്കൗണ്ടിൽ നിന്നും പണം ഒഴുക്കും. എക്സാലോജിക്കും CMRL-ലും തമ്മിലുള്ള പണമിടപാടുകളിൽ KSADC നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി നിയമം 210 പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയമാണ് അന്വേഷണം നടത്തുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണം എന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ 4ാം എതിർകക്ഷിയാണ് KSADC. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിൽ അടക്കം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ സേവനം തേടുന്നതിലൂടെ സർക്കാർ ഖജനാവിനുണ്ടാകുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 7.23 കോടി രൂപയാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്കായി ഖജനാവിൽ നിന്ന് ചിലവഴിച്ചത്. 2023 ഒക്ടോബർ വരെയുള്ള കണക്കാണ് ഇത്. നയതന്ത്ര ചാനൽ വഴി നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ കിഫ്ബി മസാല ബോണ്ട് വരെയുള്ള കേസുകൾക്കായാണ് മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള സുപ്രീം കോടതിയിലെ അഭിഭാഷകരുടെ സേവനം സർക്കാർ തേടിയത്. അഡ്വക്കേറ്റ് ജനറൽ മുതൽ ഗവൺമെന്റ് പ്ലീഡർ വരെയുള്ള അഭിഭാഷകർക്കായി ശമ്പള ഇനത്തിൽ മാസം 155 കോടിയിലധികം രൂപ ചെലവഴിക്കുമ്പോഴാണ് സുപ്രീം കോടതി അഭിഭാഷകരുടെ സേവനവും സർക്കാരിന് തേടേണ്ടി വരുന്നത്. എല്ലാ കാലത്തും ഇത്തരത്തിൽ സർക്കാർ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ സേവനം തേടിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുതീർപ്പ് ശ്രമമാണെന്ന വാദവും സജീവമാണ്. അയോധ്യ കേസിലടക്കം വാദമുയർത്തിയ അഭിഭാഷകനാണ് CS വൈദ്യനാഥൻ. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 17.87 കോടി രൂപയാണ് ഇത്തരത്തിൽ ചിലവഴിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 12.17 കോടി രൂപയും ചിലവഴിച്ചു. പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രസിഡന്റ് MK ഹരിദാസിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് അഭിഭാഷകർക്കായി ചിലവായ തുകയുടെ വിവരങ്ങളുള്ളത്. സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തന്നെയാണ് CS വൈദ്യനാഥൻ. മുൻപും പല കേസുകളിലും കേരള സർക്കാരിന് വേണ്ടി വൈദ്യനാഥൻ ഹാജരായിട്ടുണ്ട്. അന്വേഷണക്കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകനെ തന്നെ സമീപിച്ചിരിക്കുന്നത്. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള KSADCയുടെ മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശമില്ലാതെ ഇതിന് മുതിരില്ല എന്ന് ഉറപ്പ്. പുറത്തുനിന്നും അഭിഭാഷകനെ എത്തിച്ച പ്രധാനപ്പെട്ട കേസുകളും നൽകിയ കേസും ഇങ്ങനെയാണ്. മട്ടന്നൂർ ഷുഹൈബ് കേസിൽ 96.34 ലക്ഷം രൂപയാണ് ചിലവായിരിക്കുന്നത്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 1.14 കോടി രൂപയും നിയമസഭാ ആക്രമണ കേസിൽ 16.50 ലക്ഷം രൂപയും സോളാർ കേസിൽ 1.20 കോടി രൂപയും ചിലവായി. ഇതര സംസ്ഥാന ലോട്ടറി കേസ് 1.78 കോടി, ലൈഫ് മിഷൻ കേസ് 55 ലക്ഷം, ചെറുവള്ളി എസ്റ്റേറ്റ് കേസ് 16.50 ലക്ഷം, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കേസ് 60 ലക്ഷം,
2021 ഏപ്രിൽ മാസം മുതൽ 2023 ഓഗസ്റ്റ് മാസം വരെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ സുപ്രീം കോടതി അഭിഭാഷകരും ചിലവായ തുകയും ഇങ്ങനെയാണ്. ഹാരിൻ പി റാവൽ 70 ലക്ഷം രൂപ, CS വൈദ്യനാഥൻ 60 ലക്ഷം രൂപ, KK വേണുഗോപാൽ 23.25 ലക്ഷം രൂപ, ഹാലി S നരിമാൻ 30 ലക്ഷം രൂപ, സുഭാഷ് ശർമ്മ 9.90 ലക്ഷം രൂപ, സഫീർ അഹമ്മദ് 4 ലക്ഷം രൂപ, മദൻ ബി ലോകുൽ 24 ലക്ഷം രൂപ, മുഹമ്മദ് നിസാമുദ്ദീൻ പാഷ 8 ലക്ഷം രൂപ, വിനോദ് കെ ആനന്ദ് അഥവാ ഹാലി S നരിമാന്റെ ക്ലർക്കായ വിനോദ് പി ആനന്ദിന് 3 ലക്ഷം രൂപ. ഇക്കാലയളവിൽ സുപ്രീം കോടതിയിൽ ഹാജരായവരിൽ കൂടുതൽ ഫീസ് വാങ്ങിയവർ ഇവരൊക്കെയാണ്. ജയ്ദീപ് ഗുപ്ത 1.29 കോടി രൂപ, രഞ്ജിത് കുമാർ 71.50 ലക്ഷം രൂപ, KK വേണുഗോപാൽ 50 ലക്ഷം രൂപ, പല്ലവ് ശിശോദിയ 38.50 ലക്ഷം രൂപ, കപിൽ സിബൽ 36,50,000 രൂപ, രാകേഷ് ദ്വിവേദി 25 ലക്ഷം രൂപ, ഹാരിൻ പി റാവൽ 19.80 ലക്ഷം രൂപ, ചന്ദർ ഉദയ് സിംഗ് 19 ലക്ഷം രൂപ, KN ബാലഗോപാൽ 18.70 ലക്ഷം രൂപ, PV സുരേന്ദ്രനാഥ് 17.60 ലക്ഷം രൂപ, V ഗിരി 17.50 ലക്ഷം രൂപ, R ബസന്ത് 11 ലക്ഷം രൂപ.